വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സ്കൂളിലേക്കും തിരിച്ചും ഒരുമിച്ച് പോകാനും വരാനും ഷിയാനെയും സിയയും പേരൻസ് പറഞ്ഞേൽപ്പിച്ച് പിരിയുന്നിടത്താണ് അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഷിയാൻ മുറിയിലെത്തിയപ്പോൾ മേശപ്പുറത്ത് അച്ഛൻ ഡയറി വെച്ചിരിക്കുന്ന അവൾ കാണുന്നു. അതിൽ അവൾ മുമ്പ് വായിച്ച കുറിപ്പും ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ അവൾ അതെടുത്ത് അതിൽ എന്തോ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ സിയയുടെ അമ്മ, നിനക്ക് കേക്ക് തന്നയച്ച കാര്യം നീ എന്താണ് പറയാതിരുന്നത് എന്ന് അവളുടെ അമ്മ മുറിക്ക് പുറത്ത് നിന്ന് വിളിച്ചു ചോദിക്കുന്നു. അതിന് പകരമായി സിയയ്ക്ക് നൽകാൻ ഞാനും എന്തെങ്കിലും റെഡിയാക്കി തന്നയക്കാം എന്നമ്മ പറയുന്നു. അവൾ ഓക്കെ പറയുന്നുണ്ട്. അച്ഛനൊപ്പം സ്കൂളിൽ നിന്ന് നടന്നു വന്ന അവളുടെ ചിത്രമായിരുന്നു അവൾ വരച്ചുകൊണ്ടിരുന്നത്. വളരെ ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാണ് അവൾ അത് വരച്ചത്. അടുത്ത ദിവസം അവൾ സ്കൂളിൽ പോകാൻ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ സിയ റെഡിയായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ അവനെ കാണാത്ത മട്ടിൽ മുന്നോട്ട് നടക്കുന്നതിനാൽ അവൻ പുറകിൽ നിന്ന് വിളിക്കുന്നു. അവൾ തിരിഞ്ഞു നിന്നിട്ട് റഫായി തന്നെ എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നു. അവൻ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു. പുഴുങ്ങിയ മുട്ട കണ്ടപ്പോൾ പിന്നെയും ഇത് തന്നെയാണോ എന്നവൾ ചോദിക്കുന്നു. നിനക്കിത് ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞവൾ അത് തിരികെ നൽകുന്നു. ഇഷ്ടമല്ലെങ്കിൽ എറിഞ്ഞു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞവൻ മുന്നോട്ട് നടക്കുന്നു. അവൾ ഒപ്പം ചെല്ലാത്തതിനാൽ തിരിഞ്ഞെന്ന് നീ വരുന്നില്ലേ എന്നവൻ ചോദിക്കുന്നു. നീ പോയിക്കോ, ഞാൻ പതുക്കെ വന്നോളാം എന്നവൾ പറഞ്ഞപ്പോൾ നമ്മുടെ പേരൻസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കാത്തു നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നവൻ ചോദിക്കുന്നു. അവൾ മുന്നോട്ട് ചെന്ന് അവരുടെ മുന്നിൽ അഭിനയിച്ചാൽ പോരെ, നീ ഇത് സീരിയസ് ആയി എടുത്തേതോ എന്ന് കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെന്തൊരു സ്വഭാവമാണ് എന്ന മട്ടിൽ സിയെ അവൾ പോയിടത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ക്ലാസ്സിൽ ചെന്നിരുന്ന് ഷിയാൻ ആ മുട്ടയും കയ്യിൽ പിടിച്ച് എന്ത് വേണമെന്ന് ചിന്തിച്ച് അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ക്ഷമ നശിച്ച ഫെങ്, നിനക്ക് വേണ്ടെങ്കിൽ അതിങ്ങ് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നു. ഷിയാൻ അത് അവന് എറിഞ്ഞു കൊടുക്കുന്നു. പുറകിലിരുന്ന് സിയ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പീരീഡ് ആൻറ്റി ലിയു എന്തോ തിരക്കുണ്ടായിരുന്നതിനാൽ വർക്കൗട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്തിട്ട് സംസാരിക്കുന്നവരുടെ പേരെഴുതാൻ വൻവനെ ഏൽപ്പിച്ച് പുറത്തേക്ക് പോകുന്നു. ഷിയാൻ ഇടയ്ക്ക് ഫെങ്ങിനോട് അവൻ്റെ മാത്സ് നോട്ട്സ് ബുക്ക് ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നു. വെൻ ഉടനെ ഷിയാനും ഫെങ്ങും കൂടി സംസാരിച്ച് എൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്നു എന്ന് വൻവനോട് വിളിച്ചു പറയുന്നു. ഷിയാൻ എൻ്റെ നോട്ട്ബുക്ക് ഒന്ന് കടം ചോദിച്ചല്ലേ, ഞങ്ങൾ വേറൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഫെങ് ഉച്ചത്തിൽ അവനോട് ദേഷ്യപ്പെടുന്നു. സാരമില്ല, വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഷിയാൻ അവനെ സമാധാനിപ്പിക്കുന്നു. വൻവൻ ഉടനെ അവരുടെ രണ്ടുപേരുടെയും പേര് ബോർഡിൽ എഴുതുന്നു. ആൻറ്റിലിയും അടങ്ങി വന്നപ്പോൾ രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ച് ബോർഡിനരികിൽ നിർത്തുന്നു. ഷിയാൻ നോട്ട്ബുക്ക് ചോദിച്ചതേ ഉള്ളൂ എന്ന് ഫെങ് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ബ്രേക്ക് ടൈമിൽ ചോദിച്ചാൽ പോരായിരുന്നു, നിങ്ങൾക്ക് പഠിക്കാനൊരു താല്പര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നു, അനുവാദമില്ലാതെ സീറ്റ് മാറിയിരിക്കുന്നു, ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കരുതിയത് ഷിയാൻ എന്ന് ചോദിച്ച അദ്ദേഹം അവളെ പ്രത്യേകം വഴക്ക് പറയുന്നു. ഷിഷിയാണെങ്കിൽ ഷിയാന്റെ പേര് ബോർഡിൽ എഴുതിയപ്പോൾ മുതൽ ഹാപ്പിയാണ്. ഇപ്പോൾ ആൻറ്റിലിയോ അവളെ വഴക്കൂടി പറയുന്നത് കേട്ടപ്പോൾ അവൻ സന്തോഷത്തോടെ സിയയോട് ആൻറ്റിലിയോന് കലി കയറുന്നതാണ് തോന്നുന്നത് എന്ന് പറയുന്നു. ഷിയാനെ രക്ഷിക്കാൻ എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ചോടിക്കുകയായിരുന്ന സിയെ ഉടൻ ഉറക്കെ സാറിനോട് ഷിഷിയും ക്ലാസ്സിലിരുന്ന് വർത്തമാനം പറഞ്ഞായിരുന്നു എന്ന് പറയുന്നു. ആൻറ്റിലിയോ ഉടൻ തന്നെ ഷിഷിയുടെ നേർക്ക് തിരിഞ്ഞ് അവനോട് എഴുന്നേൽക്കാൻ പറയുന്നു. പാവൻ ഷിഷി, എന്നെ ബലി കൊടുക്കണമായിരുന്നു എന്ന മട്ടിൽ സിയയെ നോക്കിക്കൊണ്ട് പതിയെ എഴുന്നേൽക്കുന്നു. സാരമില്ല എന്ന മട്ടിൽ സിയ ആംഗ്യം കാണിക്കുന്നുണ്ട്. ഷിഷി എന്തായാലും കുഴിയിലേക്ക് തനിയെ ചാടാൻ തയ്യാറല്ലായിരുന്നു. അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ മാത്രമല്ല സംസാരിച്ചത്, ഷാദിയും സിയയും പിന്നെ അവർ കണ്ണിൽ കണ്ട കുറേ പേരുടെയും പേര് കൂടി പറഞ്ഞിട്ട് അവരെല്ലാവരും സംസാരിച്ചെന്ന് പറയുന്നു. സാർ എല്ലാവരോടും എഴുന്നേൽക്കാൻ പറയുന്നു. ചിരി കടിച്ചമർത്തിക്കൊണ്ടാണ് സിയ എഴുന്നേറ്റത്. എല്ലാവരെയും ആൻറ്റിലിയോ നന്നായി വഴക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിയാന്റെ കാര്യമേ അദ്ദേഹം മറന്നു. തന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സിയയുടെ സൂത്രമായിരുന്നു അതെന്ന് ഷിയാനും മനസ്സിലാകുന്നുണ്ട്. എല്ലാവർക്കും പണിഷ്മെന്റായി ക്ലാസ് കഴിയുമ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞാണ് ആൻറ്റിലിയോ ക്ലാസ്സിൽ നിന്ന് പോയത്. ഒരു കാര്യവുമില്ലാതെ തങ്ങളെ കൂടി അതിലേക്ക് വലിച്ചിഴച്ചതിന് ഷാദിയും മറ്റുള്ളവരും ഷിഷിയെ വഴക്ക് പറയുന്നു. അവൻ എല്ലാവരോടും സോറി പറഞ്ഞിട്ട് സിയെ രൂക്ഷമായി നോക്കിയിട്ട് നിനക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുന്നു. സിയെ ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടിയിരിക്കുന്നു. വൈകിട്ട് ക്ലീനിങ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഷിഷി കാരണം പണിഷ്മെന്റിന് ഇരയാകേണ്ടി വന്ന വെൻ അസ്വസ്ഥതയോടെ ഷിയാനോട് നീ കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. നീ എൻ്റെ അടുത്ത് വന്നിരുന്നതിന് ശേഷം ഒരു ദിവസം പോലും എനിക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല എന്നൊക്കെ അവളെ കുറ്റപ്പെടുത്തി പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫെങ് വെന്നോട് ഇത്ര മോശമായി സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഷിയാനെ സപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോൾ നീ എപ്പോഴും ഇവൾക്ക് വക്കാലത്തുമായി വരുന്നുണ്ടല്ലോ, നീ അവളുടെ ആരാണെന്ന് ചോദിച്ച് വെൻ അവനോട് ദേഷ്യപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഷാദി ഉടനെ വെൻ ഇങ്ങനെ സംസാരിക്കുന്നത് നല്ല കുട്ടികൾക്ക് ചേർന്നല്ല എന്ന് പറഞ്ഞ് ഇടയ്ക്കായിരുന്നു. നീ ഇങ്ങനെ സംസാരം തുടർന്നാൽ മിക്കവാറും സിയയുടെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കുമെന്ന് സിയയ്ക്കൊപ്പം അവിടേക്ക് വന്ന ഷിഷിയും പറയുന്നു. എനിക്കിതുമായി എന്താ ബന്ധം എന്ന് പറഞ്ഞ് സിയെ അതിൽ ഇടപെടാതെ പോകുന്നു. അന്ന് സ്കൂളിൽ വെച്ച് ഷിയാൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ആൻറ്റിലിയോ അവളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. പഠിത്തം മാത്രമല്ല സ്കൂളിൽ പ്രധാനം, കുട്ടികൾക്ക് പരസ്പരം സൗഹൃദം കൂടി പ്രധാനമാണ്. ഷിയാന് അത് തീരെ കുറവാണെന്നാണ് തോന്നുന്നത്, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം അവളുടെ അച്ഛനോട് പറയുന്നു. അച്ഛനെ കുറച്ച് ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഷാദിയും ഷിഷിയും സിയയും ഒക്കെ തനിക്ക് വേണ്ടി വാദിച്ചതും സപ്പോർട്ട് ചെയ്തതുമൊക്കെ കാരണം ഷിയാൻ്റെ മസിൽപിടുത്തം കുറച്ച് കുറഞ്ഞിരുന്നു. ക്ലീനിങ്ങിനിടയിൽ അവൾ അങ്ങോട്ട് ചെന്ന് ഷാദിയെ സഹായിക്കാൻ തയ്യാറാകുന്നു. തനിക്ക് വേണ്ടി സംസാരിച്ചതിന് ഷിയാൻ അവൾക്ക് നന്ദി പറയുന്നു. നീ നിന്റെ സീറ്റ് കയ്യേറാൻ വെൻവനെ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ഷാദി അവളോട് പറയുന്നു. സാരമില്ല, അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഷിയാൻ പറയുന്നു. ഷിയാൻ്റെ അച്ഛൻ ആൻറ്റിലിയെ സൂചിപ്പിച്ചതിനെക്കുറിച്ച് വീട്ടിൽ വെച്ച് ഭാര്യയോട് സംസാരിച്ചെങ്കിലും അവളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പഠിത്തം മാത്രം ശ്രദ്ധിച്ചാൽ പോരെ, സൗഹൃദമൊക്കെ പ്രധാനമാണോ എന്നാണ് അമ്മ ചോദിച്ചത്. നിന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് അച്ഛൻ സ്വയം പഴിക്കുന്നുണ്ട്.
ആ സമയത്താണ് സിയയുടെ വീട്ടിലുണ്ടായിരുന്ന ശിഷ്യയെ യാത്ര അയക്കാൻ സിയെ അവനൊപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഈ വീക്കെൻഡിൽ നമുക്ക് മാളിൽ കറങ്ങാൻ പോകാമെന്ന് അവർ തമ്മിൽ പറയുന്നു. വെൻവെനെ കൂടി വിളിച്ചാലോ, അവൾ എന്നോട് വിളിക്കാമോ എന്ന് ചോദിച്ചിരുന്നുവെന്ന് ശിശി പറയുന്നു. അവരുടെ സംസാരം മുറിയിലിരുന്ന് ഹോംവർക്ക് ചെയ്യുകയായിരുന്ന ഷിയാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ശിശി വീണ്ടും വെൻവെനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. വെൻവെൻ അത്രയ്ക്ക് കുഴപ്പക്കാരിയൊന്നുമല്ല, കുട്ടിബോധത്തിനെ പോലെ കല്ലുപോലത്തെ മനസ്സൊന്നുമല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ് എന്ന് ശിശി പറയുന്നു. തന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഷിയാനും മനസ്സിലാകുന്നു. അവർ സംസാരം വീണ്ടും തുടരുന്നത് കേട്ടപ്പോൾ പതുക്കെ പറ എന്നവൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. കുട്ടിബോധത്തിൻ്റെ ശബ്ദമല്ലേ അത് എന്ന് പറഞ്ഞ് ശിശിയും സിയയും മുകളിലത്തെ ജനലിലേക്ക് നോക്കുന്നു. തങ്ങൾ പറഞ്ഞത് അവൾ കേട്ടു എന്നവർക്ക് മനസ്സിലാകുന്നു. അച്ഛനും അമ്മയും കരുതിയത് തങ്ങളോടാണ് ഷിയാൻ അങ്ങനെ പറഞ്ഞത് എന്നാണ്. അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്ന് പറഞ്ഞ് അച്ഛൻ മുമ്പേ വാങ്ങി വെച്ചിരുന്ന കുറേ സ്നാക്സിൻ്റെ പാക്കറ്റുമായി ഷിയാൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. പതിവില്ലാതെ സ്നാക്ക് പാക്കറ്റ് കണ്ട് കാര്യം തിരക്കിയ ഷിയാനോട്, നീ ടയേർഡാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ്, എടുത്ത് കഴിച്ചോ എന്ന് അച്ഛൻ സ്നേഹത്തോടെ പറയുന്നു. സംസാരിക്കാനൊരു ആമുഖം എന്ന രീതിയിൽ അച്ഛൻ ഒരു പേപ്പർ നിവർത്തി വായിച്ചുകൊണ്ട്, ഈ വർഷത്തെ ഒളിമ്പിക്സിൽ നമ്മുടെ രാജ്യം വളരെ ശക്തമായി തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഒളിമ്പിക്സ് നടന്നത് കഴിഞ്ഞ വർഷമല്ലേ എന്ന് ഷിയാൻ ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ പത്രമാണ് കയ്യിലിരിക്കുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ചമലോടെ അത് മാറ്റിവെച്ചിട്ട് അദ്ദേഹം കുറേ ആഗോളതലത്തിലുള്ള രാഷ്ട്രീയവും മറ്റും പറഞ്ഞ് രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദം സൂക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒരു ലഘുപ്രസംഗം നടത്തുന്നു. അച്ഛൻ പറഞ്ഞത് വലുതായൊന്നും മനസ്സിലായില്ലെങ്കിലും ഷിയാൻ എല്ലാത്തിനും തലകുലുക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ, എല്ലാ രാജ്യങ്ങളും സ്വയം പര്യാപ്തത നേടണം, അപ്പോൾ മറ്റാരെയും ആശ്രയിക്കാതെ എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും, അതല്ലേ അച്ഛൻ പറഞ്ഞു വന്നത് എന്നവൾ ചോദിക്കുന്നു. മകളെ സൗഹൃദത്തിൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയ അച്ഛന് അവസാനം അവൾ പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. തൻ്റെ ഉദ്ദേശം നടക്കാത്തതിനാൽ അവൾ കഴിച്ചുകൊണ്ടിരുന്ന സ്നാക്സ് തിരികെ വാങ്ങിയിട്ട്, നീ ഇത്രയും കഴിച്ചാൽ മതി, കൂടുതൽ കഴിച്ചാൽ തടി വയ്ക്കും, നാളെ ഈ സ്നാക്സ് മുഴുവൻ നിൻ്റെ ക്ലാസ്സിലെ കുറേ കൂട്ടുകാർക്ക് കൊണ്ടുപോയി വിതരണം ചെയ്യണം, മാത്രമല്ല ഈ ചോക്ലേറ്റ് സിയയ്ക്കും നൽകണമെന്ന് അച്ഛൻ പറയുന്നു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ തിരികെ വെച്ചപ്പോൾ നിർബന്ധമായും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അച്ഛൻ മുറിയിൽ നിന്ന് പോകുന്നു. നാളെ ഞാനിത് ഏത് കൂട്ടുകാർക്ക് കൊടുക്കുമെന്ന് സ്നാക്ക് പാക്കറ്റിലേക്ക് നോക്കിക്കൊണ്ട് ഷിയാൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം ഷിയാൻ്റെ അച്ഛൻ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ സിയയും സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി അവിടെ എത്തുന്നു. സ്കൂളിൽ ഷിയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൾ വീട്ടിലെത്തുമ്പോൾ ആകെ മൂഡ് ഓഫ് ആണ്, എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല എന്ന് അദ്ദേഹം സിയയോട് ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമുള്ളതായി അറിയില്ല, അങ്കിൾ വിഷമിക്കേണ്ട, ഞാൻ ഇനി ഷിയാനെ കൂടുതൽ ശ്രദ്ധിച്ചോളാം, അവൾക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്നവൻ പറയുന്നു. അദ്ദേഹം അവന് നന്ദി പറയുന്നു. അപ്പോഴേക്ക് ഷിയാൻ സ്കൂളിൽ പോകാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവളെ കണ്ടപ്പോൾ, നിങ്ങൾ രണ്ടുപേരും കൂടി വന്നേക്ക്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അച്ഛൻ പോകുന്നു. ഷിയാൻ സിയയെ നോക്കി സംശയിച്ച് നിൽക്കുന്നത് കണ്ട്, നീ വരുന്നില്ലേ, ഇവിടെ ഇങ്ങനെ നിന്നാൽ ലേറ്റാക്കുമെന്ന് പറഞ്ഞ് സിയെ മുന്നോട്ട് ചെല്ലുന്നു. ഷിയാനും അവൻ്റെ ഒപ്പം നടക്കുന്നു. അവർ സ്കൂളിലെത്താറായപ്പോൾ റോഡിൻ്റെ സൈഡിലൂടെ നടക്കുകയായിരുന്ന ഷിയാൻ്റെ തൊട്ട് കീഴിൽ കൂടി ഒരു സ്കൂട്ടർ വരുന്നത് കണ്ട് സിയ അവളെ പിടിച്ചു മാറ്റുന്നു. അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്ന ശിശി അത് കാണുന്നുണ്ട്. അവൻ അവൾക്കടുത്തേക്ക് ചെന്ന്, നിങ്ങൾ രണ്ടുപേരും കൂടി പതിവില്ലാതെ എന്താണ് അടുത്തടുത്ത് പോകുന്നത് എന്ന് അവൻ ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഷിയാൻ വേഗം അവിടെ നിന്ന് പോകുന്നു. ഇവൾ എന്തിനാണ് ഓടിപ്പോകുന്നതെന്ന് ശിശി പറയുന്നുണ്ട്. ഷിയാൻ സ്നാക്സ് പാക്കറ്റുമായി ബോസോങ്ങിൻ്റെ സീക്രട്ട് പ്ലേസിൽ ചെന്ന് അവനെ കാണുന്നു. അച്ഛൻ തന്ന ഉപദേശവും കൂട്ടുകാർക്ക് ഇത് നൽകാൻ പറഞ്ഞ വിവരമൊക്കെ അവൾ അവനോട് പറയുന്നു. എന്നിട്ട് നീ എന്താണിത് ആർക്ക് കൊടുക്കാഞ്ഞത് എന്ന് ബോസോങ് ചോദിച്ചപ്പോൾ, ഇത് ആർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയില്ല, എനിക്കാകെ പരിചയം നിന്നെ മാത്രമാണ് എന്ന് അവൾ പറയുന്നു. ക്ലാസ്മേറ്റ്സുമായി സൗഹൃദത്തിലാകുന്നതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആണ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിൻ്റെ ഈ പ്രശ്നമൊക്കെ മാറി എല്ലാവരും നിൻ്റെ നല്ല സുഹൃത്തുക്കളായി മാറും, എനിക്ക് അക്കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബോസോങ് അവൾക്ക് ധൈര്യം നൽകുന്നു. എനിക്ക് കഴിയുമായിരിക്കും എന്ന് അവളും പറയുന്നു. അന്ന് PT ക്ലാസ്സിൽ ഷിയാനും ഷാദിയും തമ്മിൽ സൗഹൃദത്തോടെ പെരുമാറുന്നത് കണ്ടപ്പോൾ, ഈ പെൺപിള്ളേരൊക്കെ ഇത്രയേ ഉള്ളൂ അല്ലേ, ഇവരുടെ മനസ്സ് ഇത്ര സിമ്പിളാണോ എന്ന് ശിശി സിയയോട് പറയുന്നു. എല്ലാ പെൺപിള്ളേരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷേ ഷിയാൻ്റെ കാര്യത്തിൽ സത്യമാണ് എന്ന് സിയെ പറഞ്ഞപ്പോൾ, നിനക്ക് അവളെ നന്നായി അറിയണമെന്ന് തോന്നുന്നല്ലോ, നിനക്ക് അവളോട് ക്രഷ് വല്ലതുമാണോ എന്ന് ശിശി അവനെ കളിയാക്കി ചോദിക്കുന്നു. എനിക്ക് നിന്നോടാണ് ക്രഷ് എന്ന് സിയെ തമാശയായി പറയുന്നു. പിന്നെ എന്താണ് നീ അവളുമായുള്ള എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്യാവുന്നത് എന്ന് ശിശി ചോദിച്ചപ്പോൾ, നിനക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ എന്ന് സിയെ അവനോട് ചോദിക്കുന്നു. ശിശി പെട്ടെന്ന് ഷിയാൻ മുമ്പ് പറഞ്ഞ് അനുകരിച്ചുകൊണ്ട്, നീ 45 റാങ്കും ഞാൻ 38 റാങ്കുമല്ലേ, എന്നെ ഉപദേശിക്കാൻ നീ ആരാണ് എന്ന് പറയുന്നു. സിയയ്ക്ക് അത് കണ്ട് ചിരി വരുന്നുണ്ട്. പക്ഷേ കുറച്ചപ്പുറത്തുനിന്ന് ഷാദി അത് കണ്ട് വയലൻ്റ് അവരുടെ അടുത്തേക്ക് വന്ന് ശിശിക്ക് ഒരടി കൊടുത്ത്, നീ വെറുതെ പ്രശ്നമുണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഷിയാനും അവൾക്കൊപ്പം അവിടേക്ക് ചെന്നിരുന്നു. അവളുടെ മുഖഭാവം കണ്ട് സിയെ ശിശിയോട്, എൻ്റെ ഡെസ്ക്മേറ്റിനെ ഹാപ്പിയാക്കിയാൽ ഞാൻ നിനക്ക് 3 പോയിൻറ്റ്സ് എക്സ്ട്രാ തരാമെന്ന് പറയുന്നു. ശിശി പെട്ടെന്ന് തന്നെ ഷിയാനോട്, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം, നീ വളരെ നല്ലവളാണ് എന്നൊക്കെ പറയാൻ തുടങ്ങുന്നു. സാരമില്ല, ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കുന്നു എന്ന് പറഞ്ഞ് ഷിയാൻ മുന്നോട്ട് നടക്കുന്നു. അവിടേക്ക് വന്ന വേറെ കുറേ കുട്ടികളിൽ ഒരാൾ ബാസ്കറ്റ് ബോൾ സിയയ്ക്ക് നേരെ എറിഞ്ഞുകൊണ്ട് നമുക്ക് കളിക്കാമെന്ന് അവനോട് വിളിച്ചു പറഞ്ഞതും, അതേ സമയത്ത് തന്നെയാണ് ബോൾ ഷിയാൻ്റെ തലയിൽ കൊള്ളുമെന്ന് കണ്ട് സിയെ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് അത് കൈകൊണ്ട് പിടിക്കുന്നതും. സിയയുടെ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് കണ്ടപ്പോൾ അപകടം മനസ്സിലായതുപോലെ സിയാൻ കണ്ണുമടച്ച് അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിരുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവൾ കണ്ണു തുറന്ന് മുഖമുയർത്തി അവനെ നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.
ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.